ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതൊരു മോർണിംഗ് വ്യൂ ആണ്. വയനാട് ഞങ്ങൾ സ്റ്റേ ചെയ്ത മക്കോണ്ടോ റിസോർട്ടിൻ്റെ മോർണിംഗ് വ്യൂ ആണ്. റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല അടിപൊളി രീതിക്ക് കോട ഇറങ്ങിയേക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ മാർച്ച് മാസങ്ങളിലൊക്കെ കോടയൊക്കെ ഒരുവിധം വരാൻ ചാൻസ് വളരെ കുറവാണെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. പക്ഷേ എന്നിരുന്നാലും ഞങ്ങൾ ഭയങ്കര ഭാഗ്യവാന്മാരാണ്, ഞങ്ങൾക്കത് കാണാനുള്ള ഒരു അവസരം കിട്ടി കേട്ടോ. തേയിലത്തോട്ടത്തിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ് ഈ റിസോർട്ട് വരുന്നത്. നിങ്ങൾക്ക് വരുവാണെങ്കിൽ ഇവിടെ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഞാൻ ഡീറ്റെയിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ മക്കോണ്ടോ റിസോർട്ട് എന്ന് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പം ഇന്ത്യൻ പിക്ചറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആ കോടയൊക്കെ കണ്ട് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ വെള്ളത്തിൻ്റെയൊക്കെ തണുപ്പൊക്കെ ഞാനന്ന് ആലോചിക്കുമായിരുന്നേ. ഭയങ്കര തണുപ്പായിരിക്കും ഈ സമയത്ത്. തണുത്ത് ആ കോടയും കൂടെ മഞ്ഞും കൂടെ ഇറങ്ങിയതല്ലേ. അപ്പോൾ ഈ സമയത്ത് അതിരാവിലെ പോയി ആ വെള്ളത്തിൽ ചാടുന്നതിനൊക്കെ അയ്യോ തണുത്ത് ഭ്രാന്തായി പോകുമായിരിക്കും. എനിവേസ്, അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ആ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് ഞാൻ നോക്കുമ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് കാടാണ് കേട്ടോ. ഞാൻ ആക്ച്വലി ആദ്യം വിചാരിച്ചു മുഴുവൻ അങ്ങോട്ടും തേയിലത്തോട്ടമാണെന്ന് വിചാരിച്ചു. അവിടെ ഫെൻസിങ് ഒക്കെ കെട്ടിയിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ആ ചേട്ടൻ എന്നോട് പറഞ്ഞിരുന്നത് ഇതിന് ചുറ്റും നല്ല ഫെൻസിങ് കെട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ചൊക്കെ ആശ്വാസമുണ്ടെന്നാണ്. നേരത്തെ ഇവിടെ കാട്ടിൽ നിന്ന് കാട്ടുപോത്തുകൾ ഇറങ്ങുമായിരുന്നു എന്ന് പറയുമായിരുന്നു. നമ്മൾ നാട്ടിൽ നിന്നൊക്കെ ചെല്ലുന്നവർക്ക് ഈ വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ കാണാൻ നല്ല രസമാണെങ്കിലും അവിടെ താമസിക്കുന്നവർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാവുന്നത്. അപ്പം ഇതിൻ്റെയൊക്കെ നല്ല രീതിയിൽ ഫെൻസിങ് കെട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ചുറ്റും. ഒരു മൃഗങ്ങളും ഇതിനകത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയുള്ളത്. പക്ഷേ കാട്ടുമൃഗങ്ങളാണ്, ഒന്നും പറയാൻ പറ്റില്ല എങ്ങനെയാണ് ഇറങ്ങുന്നതെന്നൊക്കെ. അപ്പോൾ അങ്ങോട്ടും വനം ഉണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് ഇതിനെപ്പറ്റി ഇൻഡെപ്ത് പിടുത്തമില്ല. ഞാൻ ചോദിച്ചറിയാനായിട്ട് അദ്ദേഹത്തോട് കൂടുതൽ നിന്നുമില്ല, കാരണം അദ്ദേഹത്തിന് കുറച്ച് തിരക്കുകളുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ രീതിക്ക് ജസ്റ്റ് ഒരു സ്റ്റഡിയൊക്കെ നടത്തി. ഈ മല താഴോട്ടും തേയിലത്തോട്ടമുണ്ട്. ചെറിയതായിട്ടൊക്കെ പൂത്ത് കിടക്കുന്നു. അതുകൊണ്ട് ചെറിയ ചെറിയ രീതികളിലാണ് കട്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഇതാണ് മക്കോണ്ടോ റിസോർട്ടിൻ്റെ ഫ്രണ്ട് വ്യൂ. അപ്പം ഇവിടെയാണ് പാർക്കിംഗ് വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ വനം, അങ്ങോട്ടാണ് വനം വരുന്നത് കേട്ടോ. അപ്പം അവിടെ മൊത്തത്തിൽ ഫെൻസിങ് ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്നാൽ ഉള്ളിൽ ഏരിയയിലൊക്കെ താമസിക്കുന്ന ആൾക്കാരും ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഇതാണ് ഈ റിസോർട്ടിൻ്റെ റെസ്റ്റോറൻറ്റ് വരുന്നത്. മുകളിലാണ്, താഴെയാണ് ആക്ച്വലി അവിടെ ഇത് നോക്കാൻ ഏൽപ്പിക്കുന്ന ചേട്ടൻ കിടക്കുന്നതും താമസിക്കുന്നതും. ഇവിടെയാണ് ചെറിയ കിച്ചൺ ഒക്കെ വരുന്നത്. ഇവിടെ ഫ്രണ്ടിലൊരു 1, 2, 4 വണ്ടിക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്നൊരു അവസരമുണ്ട്. ഇല്ലെങ്കിൽ അപ്പുറത്തെ 4ാമത്തെ റൂമിൻ്റെ ഫ്രണ്ടിൽ വണ്ടി വിടാനും പറ്റും. ഇവിടുന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ ചെറിയൊരു ചിൽഡ്രൻസിൻ്റെ പ്ലേയിങ് ഏരിയ ഉണ്ട്. ഇന്നലെ വൈകിട്ട് കുഞ്ഞൊക്കെ ഇവിടെ ഇരുന്നായിരുന്നു. കുഴപ്പമൊന്നുമില്ല. പക്ഷേ പകലായിരിക്കും കുറച്ചുകൂടെ ഇറങ്ങാൻ, കാരണം പുല്ലൊക്കെ അല്ലേ, നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പം 3 ഹട്ടുകളാണ് താഴെ വരുന്നത്. 4ാമത്തെ ഹട്ട് ആ ലവ് ചിഹ്നം കണ്ടില്ലേ, അല്ലെങ്കിൽ ലവ് ഷേപ്പിൽ ഹാർട്ട് ഷേപ്പിൽ വെച്ചിരിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്താണ് 4ാമത്തെ ഹട്ട് വരുന്നത്. ഇത് ഞാൻ താഴോട്ട് ഇറങ്ങുമ്പോൾ കാണിച്ചു തരാം. ഇവിടെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ചെടികളാണെങ്കിലും സൈഡിൽ വെച്ചിരിക്കുന്ന ഡിസൈനിങ്ങിന് ഒരു എലമെൻറ്റ് പോലെയാണ് വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയുമായിരിക്കും. അപ്പം ഇതാണ് പ്ലേയിങ് ഏരിയ വരുന്നിടത്ത് ഉള്ള ഐറ്റംസ്. പക്ഷേ നല്ലതാണ് കേട്ടോ. ഒരുവിധം പ്രായമായ, അല്ലെങ്കിൽ 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കയറി ചെയ്യാൻ പറ്റുന്നതായിരിക്കും. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പറ്റില്ല, പക്ഷേ നമ്മൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഒരു നല്ലതായിരിക്കും. ഇത് കണ്ടോ, ചെടിയൊക്കെ നല്ല രീതിയിലല്ലേ അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനൊക്കെ വെള്ളത്തിൻ്റെ ആവശ്യം വേണമെന്ന് എനിക്കറിയില്ല. മഞ്ഞ് പെയ്യുന്നുണ്ടല്ലോ. ഈ ചെടിയുടെ പേരെന്താണെന്ന് അറിയത്തില്ല, അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യാം കേട്ടോ. നല്ല അടിപൊളി ചെടിയാണ്. അടുത്തൊരു റോസ ഞാൻ കണ്ടു. ഇതിൻ്റെയൊക്കെ പേരുകൾ അറിയില്ല. വൈഫിന് ചിലപ്പോൾ ഇതൊക്കെ അറിയാമായിരിക്കും, അവരൊക്കെയാണ് ചെടിയുടെ ആൾക്കാർ. നമുക്കിതിനെപ്പറ്റി പിടുത്തമില്ല കേട്ടോ. പക്ഷേ ഇഷ്ടമാണ് ചെടി വളർത്തുന്നത്. അപ്പം ഇത് കണ്ടോ, ഫെൻസിങ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കിങ്ങനെ കൂടി നിൽക്കുന്ന ചെടികൾ കുറച്ച് പേടിയുള്ളതാണ്. കാരണം പാമ്പും ഷേപ്പുമൊക്കെ വരുമെന്നൊക്കെയുള്ളൊരു ചോദ്യം. പക്ഷേ ഒത്തിരി നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പറഞ്ഞു കഴിഞ്ഞാൽ പേടിയുള്ളവരെന്നുള്ള പേര് വരുന്നതുകൊണ്ട് ഞാനത് ആരോടും പറയാറുമില്ല. അപ്പം ആസ്വദിച്ച് പോകുക എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് ചെറിയ വഴിയിലേക്ക് ഇറങ്ങുമ്പോൾ ഫസ്റ്റ് ഹട്ട്. ഇത് ഏത് മെറ്റീരിയൽ കൊണ്ടാണ് പണിതേക്കുന്നതെന്ന് അറിയില്ല. പുറത്ത് കീ എല്ലാം ഉണ്ട്. നമ്മൾ ഈ കീ ഇട്ടകത്ത് കയറി കഴിഞ്ഞാൽ നോർമൽ. പിന്നെ എല്ലാം AC ആണ് കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. എല്ലാം AC ആണ്. നല്ല കൂളിങ്, നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നുണ്ട് എല്ലാം. ഇതുതന്നെ പില്ലേഴ്സിലാണ് പണിതേക്കുന്നത് എന്ന് തോന്നുന്നു. താഴെയൊന്ന് കല്ല് കെട്ടിയിട്ട് പില്ലേഴ്സിലാണ് പണിത്. എല്ലാത്തിനും ബാൽക്കണി വരുന്നുണ്ട്. റൂമിനകത്തേക്കൊന്നും ഞാൻ കയറി നോക്കിയില്ല, കാരണം ഇന്ന് രാവിലെ വേറെ 4 റൂമിലേക്കും ഗസ്റ്റുകൾ വരുന്നുണ്ട്. അതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു.
അതുകൊണ്ട് തന്നെ ഒന്നും അത് അകത്തോട്ട് കയറി അവർക്ക് കൂടുതൽ പണിയാവണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഇതും കണ്ടോ, എല്ലാം സെയിം ഡിസൈൻസ് ആണ്. അപ്പം പക്ഷേ പില്ലേഴ്സിലാണ് പണിതിരിക്കുന്നത്, ആ ഒരു ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ ആയിട്ട്. എല്ലാത്തിനും ബാൽക്കണീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. എല്ലാത്തിനും ബാൽക്കണീസ് ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്ത അവിടുന്ന് കാണുന്ന ആ വ്യൂ ഒന്നും ഇതിന് കിട്ടുമെന്ന് തോന്നുന്നില്ല. പക്ഷേ എന്നിരുന്നാലും നല്ലതാണ്. ഇതൊരു ബേസ് അല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക, ഈ ഇഷ്ടികയോ അങ്ങനെ ഒന്നും വെച്ചല്ല പണിതിരിക്കുന്നത്. എനിക്കൊന്ന് ബേസ് ബോർഡോ അങ്ങനെ എന്തോ മെറ്റീരിയൽ വെച്ചിട്ടാണ് പണിതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കൂളിങ് കിട്ടുന്നുണ്ടായിരുന്നു. എ സി ഇല്ലെങ്കിലും സുഖമായിട്ട്. പിന്നെ വയനാട് പറയണ്ടല്ലോ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ഫെൻസിങ് ഒക്കെ കണ്ടോ, നിങ്ങൾക്ക് ചിലപ്പോൾ കാണാതിരിക്കും. ആ ലൈറ്റ് നോക്കിയാൽ മതി കണ്ടോ, ഞാൻ സൂം ചെയ്ത് കാണിച്ചില്ലേ. അപ്പം ആ ലൈറ്റ് നോക്കിയാൽ മതി, അവിടെയാണ് ഇതിൻ്റെ ഫെൻസിങ് വരുന്നത്. താഴോട്ട് തേയിലത്തോട്ടമാണ്. ഇടയ്ക്ക് പന്നിയും കാട്ടുപന്നിയൊക്കെ ഇറങ്ങാറുണ്ടെന്നാണ് ഇവിടുത്തെ ആ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞത്. പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ ചുറ്റുവട്ടമൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ മറ്റേ കുരുമുളകൊക്കെ മരത്തിൽ കയറ്റി വിട്ടതൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പം ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് കേട്ടോ സ്വിമ്മിംഗ് പൂള് വരുന്നത്. ഞാൻ നിങ്ങൾക്ക് ആ വ്യൂ കാണിച്ചു തരാം. നമുക്ക് എന്തായാലും ഒന്ന് തിരിച്ച് നടന്നു പോകാം, കാരണം തിരിച്ച് നടന്നു പോയാൽ മാത്രമേ ആ പാതയും നിങ്ങൾക്ക് കാണാൻ കഴിയത്തുള്ളൂ. പക്ഷേ എന്നിരുന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതാണ് കേട്ടോ ആ ഒരു വ്യൂ വരുന്നത്, നമ്മുടെ സ്വിമ്മിംഗ് പൂൾ ഏരിയയും സ്വിമ്മിംഗ് പൂളിലേക്ക് കയറുന്നത്. ഇവിടുന്ന് നമുക്ക് കയറി പോകാനായിട്ടൊരു വഴി ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് കയറി പോകാമായിരുന്നു. പക്ഷേ അവിടെ ക്ലോസ്ഡ് ഏരിയ ആണ്. അല്ലെ പിന്നെ ഈ ഒരു കൈവരി നമുക്ക് ചാടേണ്ടി വരും. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ചാടണ്ട എന്ന് വിചാരിച്ചു നമ്മുടെ സേഫ്റ്റി നോക്കിയും ഞാൻ ചാടുന്നില്ല. അതാണ് 4ാമത്തെ ഹട്ട്. ഇവിടെയാണ് ഞങ്ങൾ ഇന്നലെ രാത്രി സ്റ്റേ ചെയ്തത്. ഞങ്ങൾക്ക് വേണ്ടി ചേട്ടൻ ലൈറ്റൊക്കെ രാത്രി മുഴുവൻ ഇട്ട് തന്നു കേട്ടോ, വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും. ഇതിൻ്റെ ചെടിയുടെ പേരുകളൊന്നും എനിക്കറിയത്തില്ല. ഇതാണ് ആ വഴി. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ സുഖമായിട്ട് ഒരു ചെയറിട്ട് വേണമെങ്കിൽ ഇരിക്കാം, ഇല്ലെങ്കിൽ നടക്കാം, ഒക്കെ സുഖകരമായിട്ട് ചെയ്യാവുന്നതായിരുന്നു. കാരണം അപ്പുറത്ത് വേറെ ഇറങ്ങാൻ മാർഗ്ഗമില്ല, ബാൽക്കണി മാത്രമല്ലേ ഉള്ളൂ. പക്ഷേ ഇവിടെ ആര് വന്നാലും അടുത്ത ദിവസം രാവിലെ തന്നെ ഇവിടെ ഒരു ചേച്ചിയുണ്ട്. ചേച്ചി എല്ലാം വന്ന് ക്ലീൻ ചെയ്യും കേട്ടോ. നല്ല രീതിയിൽ നല്ലവണ്ണം നമുക്ക് വരുന്ന ഗസ്റ്റിനെല്ലാം നല്ല രീതിയിൽ കെയർ ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ ഇത് 24/7 നമുക്ക് CCTV ഫുട്ടേജും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സേഫ്റ്റിയും ഈസി ആയിരിക്കും, നല്ല രീതിയിൽ മുമ്പോട്ടുണ്ടാകും. ഇതൊക്കെ എനിക്കൊന്ന് വെട്ടുകല്ലാന്ന് തോന്നുന്നു കേട്ടോ, അതിലാണ് പണിതിരിക്കുന്നത്. പിന്നെ പുറത്ത് വെട്ടുകല്ല് റൂം എനിക്കറിയില്ല, അപ്പോൾ അതിനെപ്പറ്റി ഇൻ ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല. മക്കോണ്ടോ റിസോർട്ട്. ഈ മക്കോണ്ടോ റിസോർട്ട് എന്ന് എഴുതിയിരിക്കുന്ന ഒരു കാഴ്ച നല്ലതാണ്. ഇതിൻ്റെ ചുറ്റും ചെടി നല്ലവണ്ണം രീതിയിൽ ചെറിയ ചെറിയ പോട്ടുകളിൽ ചെടി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് തന്നെയാണ് ഒരു നല്ല എൻട്രൻസ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇത് കാണാനൊക്കെ ഒരു നല്ല ഭംഗിയുണ്ട്. മക്കോണ്ടോ റിസോർട്ടിൽ നിന്ന് നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഇതാണ് നമ്മുടെ വ്യൂ. ഈ വ്യൂവിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഹാർട്ട് ഷേപ്ഡിൻ്റെ അവിടെ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കപ്പിൾസൊക്കെയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്കവിടെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ അവർ ശരിയാക്കും. ഞാൻ അന്ന് രാത്രി ഞങ്ങൾക്കൊരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ശരിയാക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് അവസ്ഥ മനസ്സിലായത്. കാരണം നല്ല രീതിയിൽ മഞ്ഞ് പെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ കൂടെ കുഞ്ഞും ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇനിയും ആ മഞ്ഞ് പെയ്തിട്ട് ഇനിയും നാളെ രാവിലെ പനിയോ ജലദോഷമോ ഒക്കെ പിടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ പ്ലാൻ അങ്ങ് മാറ്റിയതാണ്. ആ ചേട്ടൻ എനിക്ക് ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിരുന്നു. നിങ്ങൾക്കും അങ്ങനെ ആവശ്യങ്ങളുണ്ടെങ്കിൽ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അവർ ചെയ്തു തരും. പിന്നെ എക്സ്ട്രാ ചാർജസ് വരുന്നതാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആ ചാർജസിൽ അവർ നിങ്ങളോട് പറയുകയും ചെയ്യും. ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പല കാര്യങ്ങൾ ഇവിടെ വന്ന് 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവറൊക്കെ ഒന്ന് സൈലൻ്റായിട്ട് സ്പെൻഡ് ചെയ്ത് ആ കിളികളുടെ ശബ്ദമൊക്കെ കേട്ട് അതിരാവിലെ ഒന്ന് ഇരിക്കുക എന്ന് പറയുന്നത് നല്ലൊരു ഫീൽ തന്നെയാണ്. ഒരു പോസിറ്റീവ് എനർജി, ഒരു പോസിറ്റീവ് വൈബാണ്. എനിക്ക് തോന്നുന്നു അത് ചിലപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ആയിരിക്കാൻ പോയതുകൊണ്ട് മറ്റുള്ളവരും ഇങ്ങനെ തന്നെ ആയിരിക്കാം എന്ന് തോന്നുന്നു. പറഞ്ഞ ഫീലുണ്ടല്ലോ, ആ ഫീല് നമ്മൾ കണ്ണടച്ചൊന്ന് കേട്ട് നോക്കുക. നല്ല കിളികളുടെ ശബ്ദവും ആ ഒരു വൈബ് വേറെ ഒന്ന് തന്നെയാണ്. നിങ്ങളൊന്ന് കേട്ടിട്ട് വാ. ഇതാണ് കേട്ടോ ആ സ്വിമ്മിംഗ് പൂൾ ഏരിയയിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ റിസോർട്ടിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. എല്ലാം ഒറ്റ ഫ്രെയിമിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്ന് തോന്നുന്നു. 4 ഹട്ടുകളും വെൽ മെയിൻറ്റെയിൻഡ് ആണ്. ഹട്ടുകൾ മാത്രമല്ല, ആ ഏരിയയും നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആണ്. അടിപൊളിയല്ലേ. അതുകൊണ്ട് ആ മഞ്ഞ്, ആ കോട വീഴുന്നതിൻ്റെ ഇടയ്ക്ക് ആ വീട്, അത് മാത്രമേ കാണാനുള്ളൂ. അപ്പുറത്തോട്ടൊക്കെ വീടുണ്ട് കേട്ടോ, പക്ഷേ നമുക്ക് കോട കാരണം കാണാൻ കഴിയില്ല എന്നുള്ളതാണ്.
ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ്. ബട്ട് ദാറ്റ്സ് ഗുഡ്, അടിപൊളി. ഇതാണ് ഞാൻ കാണിച്ചത്. അയ്യോ, അങ്ങോട്ടൊരു ഓട്ടോ വരുന്നത്. സെറ്റ്. അതെങ്ങോട്ടോ പോണേ നോക്കാം. അങ്ങനെ കറങ്ങിയൊക്കെയാണ് പോകുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, ഇതൊരു 9:30-10 മണിയൊക്കെ എടുക്കുമ്പോൾ ഒരു വീഡിയോ ആണ് കേട്ടോ. രാവിലെ ഞാൻ കാണിച്ചില്ലേ വീടൊക്കെ, ആ വീടൊക്കെ നമുക്കിപ്പോൾ നല്ല വ്യക്തമായിട്ട് കാണാം. ഉണ്ടോ? രാവിലെ ഭയങ്കര മഞ്ഞില്ലായിരുന്നു. ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ഇതൊക്കെ ഒന്നും കാണത്തില്ലായിരുന്നു. ഇപ്പം നമുക്കിതൊക്കെ കാണാം, നല്ല ക്ലിയറായിട്ട് കാണാം. ചെറിയൊരു ചൂടുണ്ടെങ്കിലും പക്ഷേ ഇന്ന് തണുപ്പുണ്ട് കേട്ടോ, നല്ല രീതിയിൽ തന്നെ. ഇപ്പോൾ രാവിലെ ഞങ്ങൾ പോയിട്ട് പൂരി ബജിയോ അങ്ങനെ എന്തൊക്കെയാണ്, പൂരിയും മറ്റേ കിഴങ്ങേറിയാന്ന് തോന്നുന്നു, അതും ഒന്ന് കഴിച്ച് സെറ്റായിട്ട് വരാം. പിന്നെ ബ്രെഡ് ഓംലേറ്റ് ഉണ്ട് കേട്ടോ. ബ്രെഡ് ഓംലേറ്റ് ആണ്. ഇന്ന് മുട്ടയൊക്കെ കഴിച്ച് തകർക്കും. ഓക്കെ, എന്നിട്ട് അടുത്ത എവിടെയെങ്കിലുമൊക്കെ കാണുന്നോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കണ്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് വിചാരിക്കാം. അങ്ങനെ ഞങ്ങൾ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് ഒരു മലയുടെ മുകളിലിരിക്കുന്ന ഒരു പള്ളി, ചർച്ച് കണ്ടു. അവിടെ ഞങ്ങൾ കയറിയില്ല. കയറിയാൽ ഈ വയനാട് മുഴുവൻ കാണാമെന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ പോലും പിന്നീട് ഒരിക്കൽ വരുമ്പോൾ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. പോകുന്ന വഴിക്ക് ഒരു സ്പോട്ട് കണ്ടു. അങ്ങോട്ടേക്കുള്ളൊരു യാത്രയാണ്. അതൊരു സർപ്രൈസ് ആയിക്കോട്ടെ, അടുത്ത വീഡിയോയിൽ ഞാൻ കാര്യങ്ങൾ പറയാം. ചെറിയൊരു വഴിയാണ്, പക്ഷേ എന്നിരുന്നാലും നോക്കിപ്പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 2 വണ്ടിക്ക് കുഴപ്പമില്ലാതെ പോകാൻ വരാനൊക്കെ പറ്റും. അപ്പം അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് ഞങ്ങൾ വരും. പുതിയൊരു സർപ്രൈസാണ്. അപ്പം ഇത്രയും വാച്ച് ചെയ്തതിന് ഒത്തിരി നന്ദി. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതൊക്കെ തുടക്കം മാത്രമാണ്. അതിനകത്തിൽ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഞങ്ങൾ ഇനി അത് തിരുത്തി നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. താങ്ക് യു സോ മച്ച്. അപ്പം ബൈ ബൈ.